സ്വന്തം ജനങ്ങൾക്ക് മേൽ ബോംബിട്ട് പാക് വ്യോമസേന ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികളും സ്ത്രീകളും അടക്കം 30-ലേറെ പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഉമൈബാൻ ഇബ്രാഹിം വിവരങ്ങളുമായിട്ട്. ഉമൈബാൻ, ഇത് എപ്പോഴാണ് സംഭവം, എന്താണ് കാരണം? തീവ്രവാദി സംഘടനകൾക്കെതിരായ നടപടി എന്നൊക്കെ പാക് വ്യോമസേന വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ 30ഓളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ ഈ തീവ്രവാദികളെ തുരത്താൻ സൈന്യം രംഗത്തിറങ്ങാറുണ്ട്. പക്ഷേ ഇത് തീവ്രവാദികളെ തുരത്താൻ എന്ന പേരിൽ നടത്തുന്ന ആക്രമണം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ, അതും സാധാരണക്കാരായ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ ജീവൻ അപഹരിക്കുന്ന കാഴ്ചയാണ് ഈ പാകിസ്ഥാനിലെ ഈ പറഞ്ഞ പ്രദേശത്ത് നിന്ന് വരുന്നത്. ടിറ താഴ്വരയിൽ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്കാണ് ഈ വ്യോമാക്രമണം നടന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടിറ താഴ്വരയിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഈ തെഹ്രിക്കെ താലിബാൻ ഈ ഭീകരർ തമ്പടിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ കഴിഞ്ഞ ഒരു 8 മാസത്തെ കണക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ 636 ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ സാധാരണക്കാരാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശമായ ഈ ഉൾപ്രദേശത്തോട് ചേർന്ന് ഈ ഹിസ്ബുൾ മുജാഹിദിനും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വ്യോമസേനയുടെ ആക്രമണം തെഹ്രിക്കെ താലിബാൻ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അവിടെ കൊല ചെയ്യപ്പെട്ടത് സാധാരണക്കാരാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ 30-ലേറെ സാധാരണപ്പെട്ട ആളുകൾ മരിച്ചു വീണതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വ്യോമസേനയുടെ, അതായത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കയ്യബദ്ധത്തെ അവർ ന്യായീകരിക്കുന്നത് ഈ തെഹ്രിക്കെ താലിബാൻ ആ ഭീകരർ ഈ സാധാരണ മനുഷ്യരെ കവചങ്ങളായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു കവചമാക്കി ഉപയോഗിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് പാക് സേന അത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. LS-6 ബോംബുകൾ 8 എണ്ണമാണ് ഈ വ്യോമസേനയുടെ വിമാനങ്ങളിൽ നിന്ന് വർഷിക്കപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഒരുപാട് പേർ ഇപ്പോഴും ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. പരിക്കേറ്റവരുടെ ഈ പരിക്ക് വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദിവേഷ്, ശരി, ഉമൈബാനാണ് വിവരങ്ങൾ നൽകിയത്.